വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എക്സിബിഷൻ കാനനം 2024 ശ്രദ്ധേയമാവുകയാണ്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന എക്സിബിഷനിൽ 120ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കാടുകളിലെ നിരവധി വന്യമൃഗങ്ങളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം. 23 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 120ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധ തൊഴിൽ മേഖലയുള്ളവർ പകർത്തിയ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളം, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ വനമേഖലകളിലൂടെ യാത്ര ചെയ്ത് പകർത്തിയ ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നവയാണ്. ഈ ഒരു പ്രദർശനം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ അവയർനെസ്സാണ് കൂടുതലും ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ പ്രകൃതി നിലനിന്നാലാണ് മനുഷ്യനും പിന്നെ മൃഗങ്ങളും ഒക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് കുറച്ച് കുറയ്ക്കണമെങ്കിൽ നമ്മളെങ്ങനെ പ്രകൃതിയെ മുന്നോട്ട് സംരക്ഷിക്കാം എന്നുള്ളതിനുള്ളൊരു തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമാവധി പ്രകൃതി നമ്മൾ നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്യാനും ചെയ്യും. അതായത് ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്കാണ് നമ്മൾ കൂടുതലും ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ, നമ്മളെക്കാട്ടി സീനിയറായ ആൾക്കാരോട് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു ചെവി കൂടെ കെട്ടിട്ട് മറു ചെവി കൂടെ പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ. 6 ദിവസങ്ങളിലായി നടക്കുന്ന സൗജന്യ പ്രദർശനം ഈ മാസം 22-ന് അവസാനിക്കും. ജനം, കോഴിക്കോട്.